സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. ചിറങ്കോണം കുര്യൻസ് ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേലക്കരയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചിരിക്കും. കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം. പട്ടയത്തിന് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ്. ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട്ടിലെത്തി MLA യുവ പ്രദീപ് പട്ടയം കൈമാറി. 23 പേർക്ക് കൂടിയുള്ള പട്ടയ വിതരണം വെള്ളിയാഴ്ച നടക്കും. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 10 കുടി ചീപ്പാറ വില്ലടത്ത് വീട്ടിൽ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് 12.5 സെന്റ് കുടിക്കിടപ്പ് ഭൂമി സർക്കാർ അനുവദിച്ചു. പതിറ്റാണ്ടുകളായി പട്ടയത്തിനായി കാത്തിരുന്ന ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് യുവ പ്രദീപ് MLA വീട്ടിലെത്തി പട്ടയം നേരിട്ട് കൈമാറിയത് വലിയ ആശ്വാസമായി. ചേലക്കര മണ്ഡലത്തിലെ ചേലക്കര, നെടുമ്പുര, ദേശമംഗലം, കണിയാർക്കോട് വില്ലേജുകളിൽ ഉൾപ്പെട്ട 23 പേർക്ക് കൂടി പട്ടയം അനുവദിച്ചിട്ടുണ്ട്. ഈ പട്ടയങ്ങൾ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പട്ടയമേളയിൽ വിതരണം ചെയ്യുമെന്നും MLA അറിയിച്ചു. നമ്മുടെ 10 കുടിയിൽ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വാർത്തയായിരുന്നു. 10 കുടുംബങ്ങൾക്കുള്ള പട്ടയം ദീർഘവർഷമായി പലപ്പോഴും സമീപിച്ച് കിട്ടാതെയായിരുന്നു എന്ന് വലിയൊരു വാർത്തയായിരുന്നു. വാർത്ത മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം വളരെ പ്രധാനമായി എടുത്ത ഒരു തീരുമാനം സ്വന്തമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം അതായത് പട്ടയവും രേഖയും ഉണ്ടാക്കി കൊടുക്കണം എന്ന് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇന്ന് കേരളത്തിനകത്ത് ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതൽ പട്ടയം ഇതിനകം വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ തലപ്പള്ളി താലൂക്കിനകത്തും ധാരാളം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല പോലെ നമുക്ക് ഇതുപോലെ അപേക്ഷിച്ച ആളുകൾക്കെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ചുരുക്കി വേഗത്തിൽ പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ പഞ്ചായത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഭൂമിയുടെ സ്വഭാവത്തിൽ താമസിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. അതിലെല്ലാം അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിച്ച് കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പായിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ കൂട്ടത്തിൽ 10 പേർ ഉള്ളതിൽ ഇപ്പോൾ എല്ലാ നടപടിക്രമം കഴിഞ്ഞ് 3 പേർക്ക് നാളെ കൊടുക്കേണ്ടത് 31-ാം തീയതി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അത് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. തലപ്പള്ളി തഹസിൽദാർ PP സീന, ചേലക്കര വില്ലേജ് ഓഫീസർ ബിനോയ്, റവന്യൂ ഉദ്യോഗസ്ഥരായ സോണി, ഷിനു, പഞ്ചായത്ത് അംഗം ജാഫർ, പൊതുപ്രവർത്തകരായ TN പ്രഭാകരൻ, സുരേഷ് കുമാർ, OS സജി, M ഹരിനാരായണൻ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ MLAയോടൊപ്പം ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട്ടിലെത്തിയിരുന്നു. നിരവധി കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി ലഭിക്കുന്നതോടെ ചേലക്കര മണ്ഡലത്തിലെ ഭൂരഹിതർക്ക് വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത്. CCV ന്യൂസ്, ചേലക്കര.